നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സർക്കാരിൻ്റെ വ്യവസായ നയവുമായി ചേർന്ന് പോകുന്നവർക്ക് വ്യവസായ സംരംഭത്തിന് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ. പരിസ്ഥിതി സാമൂഹിക ആഘാതങ്ങൾ ഇല്ലാത്ത വ്യവസായ സംരംഭങ്ങളെ സർക്കാർ അതിവേഗം സഹായിക്കുമെന്നും ജില്ലാ കളക്ടർ. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും പുതിയ വ്യവസായങ്ങൾ വരുന്നതോടെ നിലവിലെ വ്യവസായങ്ങൾ വികസിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ. ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ സംഗമം പാലക്കാട്ട്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ വിദേശ മദ്യ നിർമ്മാണം ആരംഭിക്കണമെന്ന് കെ പ്രേംകുമാർ MLA. കേരള സർക്കാർ മദ്യനയം നടപ്പിലാക്കുന്നത് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാനാണെന്നും MLA. മദ്യ നിരോധനത്തെക്കുറിച്ച് പറഞ്ഞ UDF കേരളത്തിൽ മദ്യം ഒഴുക്കാനുള്ള നയമാണ് നടപ്പിലാക്കുന്നതെന്നും കെ പ്രേംകുമാർ MLA. ഓപ്പറേഷൻ തൂഫാൻ. തൃശ്ശൂരിൽ സിറ്റി ഡാൻസ് സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ വൻ MDMA വേട്ട. 322 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പോലീസിൻ്റെ പിടിയിൽ. മണ്ണൂരിൽ ബേക്കറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് 45,000 രൂപ നഷ്ടമായി. ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക നഷ്ടമായതെന്ന് ബേക്കറി ഉടമ. പാലക്കാട് മേലാമുറി ബാലഗണപതി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ ബംഗാളിയെ നാട്ടുകാർ പിടികൂടി. കാട്ടാനപ്പടിയിൽ വാഴക്കോട് മേഖല. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കടന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സർക്കാരിൻ്റെ വ്യവസായ നയവുമായി ചേർന്ന് പോകുന്നവർക്ക് വ്യവസായ സംരംഭത്തിന് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. പരിസ്ഥിതി സാമൂഹിക ആഘാതങ്ങൾ ഇല്ലാതെ വ്യവസായ സംരംഭങ്ങളെ സർക്കാർ അതിവേഗം സഹായിക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും പുതിയ വ്യവസായം വരുന്നതോടൊപ്പം നിലവിലെ വ്യവസായങ്ങൾ വികസിപ്പിക്കണമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ ചെറുകിട വ്യവസായ സംരംഭകരുടെ യോഗം പാലക്കാട്ടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. തിരിച്ച് വ്യവസായത്തിലേക്ക് തിരിച്ചുവരവുണ്ടായി. അത് ഒരു എന്താ പറയുക, എൻ്റെ ഒരു നിലപാടിൻ്റെ പുറത്ത് മാത്രമായിരുന്നു. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഡയറക്ടർ സ്ഥലത്ത് അഡീഷണൽ സ്ഥലത്തായിട്ട് എനിക്കൊരു വിഷമമുണ്ടായില്ല. അടുത്ത വർഷം IAS ഞാൻ നികത്തി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചലഞ്ചസ് ഒരു പ്രശ്നമായിരുന്നില്ല. മുമ്പിൽ കാണുന്നത് ഒറ്റ കാര്യം ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അത് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ മനസ്സിൽ കൂടുതലുണ്ടാകും. അത് കർശനമായിട്ടുള്ള വ്യവസായം നടത്തിയാൽ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കും, ഒരു സംശയം ഉണ്ടാകും. പക്ഷെ പൊല്യൂഷൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, അതിനാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം എന്തൊക്കെ തൊഴിൽ വേണം, ജോലി വേണം, കൂലി വേണം, ന്യായമായിട്ട് ചെയ്യുക. അതിൽ നിന്നൊക്കെ എല്ലാവരും പറയുന്നതേ ഉള്ളൂ, ഏത് ജോലി ചെയ്താലും സത്യസന്ധമായിട്ട് ചെയ്യുക. സത്യസന്ധമല്ലാത്ത ജോലി ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. അത് ഏത് ജോലിയായിരുന്നാലും, കച്ചവടമായിരുന്നാലും, വ്യവസായമായിരുന്നാലും, എന്ത് ജോലിയായിരുന്നാലും അതിലെല്ലാം തന്നെ നീതി കൊടുക്കാനുള്ളതാണ്. ആരുടെയും നമ്മൾക്ക് എന്താണ് അവരുടെ പണമോ അല്ലെങ്കിൽ അവരുടെ സ്വാധീനമോ അവരുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് സാധിക്കുന്ന നിലയിലേക്ക് സംരംഭകർക്ക് ഏറെ യോജ്യവും പ്രതീക്ഷയുമുള്ള ജില്ല പാലക്കാടാണ്. സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പ്രസിഡന്റ് കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ജോസഫ്, TV മമ്മു, ദാമോദരൻ ആവണൂർ, G ഘോഷ്, T ശ്രീധരൻ, P പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ വിദേശ മദ്യനിർമ്മാണം ആരംഭിക്കണമെന്ന് കെ പ്രേംകുമാർ MLA. കേരള സർക്കാർ മദ്യനയം നടപ്പിലാക്കുന്നത് സ്വകാര്യ മുതലാളിമാർക്കാണെന്നും MLA പറഞ്ഞു. മദ്യനിരോധനത്തെക്കുറിച്ച് പറഞ്ഞ UDF കേരളത്തിൽ മദ്യം ഒഴുക്കാനുള്ള നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ബീവറേജസ് സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യമായ രീതിയിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികളുടെ തെറ്റായ ചെയ്തികൾക്കെതിരായി അവരുടെ കണ്ണു തുറപ്പിക്കുന്ന നിലയിലുള്ള വിവിധങ്ങളായുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അധികരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് സാർവദേശിക രംഗത്ത് തന്നെ വംശീയതയുടെ, വർഗീയതയുടെ ആശയങ്ങൾക്ക് മേൽക്കൈയൊരുക്കുന്ന ഒരു പൊതു അന്തരീക്ഷമാണ്. ട്രംപ് ലോകത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്നത് അവരുടെ ഏതെങ്കിലും പ്രത്യേകമായ ജനങ്ങൾക്ക് അനുഗുണമായ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല.
കുടിയേറ്റ വിരുദ്ധതയുടെ നിലപാട് അതിശക്തമായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു. അമേരിക്കയുടെ വളർച്ചയുടെ വികാസത്തിന്റെ മുന്നേറ്റത്തിന്റെ പ്രതിബന്ധം എന്ന് പറയുന്നത് കുടിയേറ്റക്കാരാണ്. ആ നാട്ടിൽ ഒരു സ്വദേശി എന്ന നാട്ടിലുള്ള മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത്തരം ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമം. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രി നാടിളക്കുമ്പോഴാണ് മുഖ്യമന്ത്രി മദ്യക്കമ്പനികൾക്കായി നയം മാറ്റുന്നതെന്നും MLA പറഞ്ഞു. ഔട്ട്ലെറ്റുകളുടെ സമയം രാത്രി 8 നിജപ്പെടുത്തുക, അന്യായമായ സ്ഥലമാറ്റം അവസാനിപ്പിക്കുക, പ്രൊമോഷൻ നടപടി ശരിയായ വിധത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ VS അരുൺ, R കാർത്തികേയൻ, K ശർമിള, K സനിൽ, M ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശ്ശൂരിൽ സിറ്റി ഡാൻസ് സ്റ്റാഫിൻ്റെ നേതൃത്വത്തിൽ വൻ MDMA വേട്ട. 322 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരാണ് പോലീസിൻ്റെ പിടിയിലായത്. പാവർട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായത്. തൃശൂർ വാണിയമ്പാറയിൽ നടത്തിയ ആദ്യഘട്ട വാഹന പരിശോധനയിലാണ് ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവർ പിടിയിലാകുന്നത്. ഇതിൽ ഒരു സ്ത്രീയുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ 2 ഗ്രാം MDMA കണ്ടെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്തതോടെ ഷിഫാസിന്റെ വീട്ടിൽ നിന്നും 20 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. ഇതോടെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും 300 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. ഈ സംഭവത്തിലാണ് പാലിയൂർ സ്വദേശി അൻഷാദും ചക്കുംകണ്ടം സ്വദേശി ഷബീറും പിടിയിലായത്. ഒരു കവറിൽ 3 പാക്കറ്റുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു കടയിൽ നിന്നും MDMA കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ ബേക്കറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് 45,000 രൂപ നഷ്ടപ്പെട്ടതായി പരാതി. ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക നഷ്ടമായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മങ്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണൂർ സെന്റർ പോയിന്റ് ബേക്കേഴ്സ് ഉടമ C വിശ്വംഭരനാണ് തുക നഷ്ടമായത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 പാലക്കാട് വലിയങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഗൂഗിൾ പേ വഴി തുക കൈമാറുന്നതിനിടയിലാണ് അക്കൗണ്ടിലുണ്ടായിരുന്ന 45,000 രൂപ പിൻവലിക്കപ്പെട്ടത്. 3 കടകളിൽ ഗൂഗിൾ പേ വഴി പണം നൽകിയിരുന്നു. 4ാമത്തെ കടയിലും ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാതെ വന്നതോടെ സമീപത്തെ ATM കൗണ്ടറിൽ കയറി ബാലൻസ് പരിശോധിച്ചപ്പോഴാണ് 45,000 രൂപ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ കേരളശ്ശേരി SBI ബാങ്ക് മാനേജരെ വിവരമറിയിക്കുകയും പത്തിരിപ്പാലയിലെ അക്ഷയ കേന്ദ്രം വഴി സൈബർ സെല്ലിന് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പണം നഷ്ടമായിട്ടും ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക പിൻവലിക്കപ്പെട്ടത്. വിശ്വംഭരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ അന്വേഷണം ഊർജിതമാക്കി. മങ്കര പോലീസിലും പരാതി നൽകി. അക്കൗണ്ട് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ 49,000 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് പോയി സാധനമെല്ലാം പർച്ചേസ് ആക്കി 4 കടയിൽ കയറി അവിടെയെല്ലാം ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു. 5ാമത്തെ കടയിൽ കയറിയപ്പോഴാണ് ഗൂഗിൾ പേ പൈസ ഇല്ലയെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തുള്ള ATM പോയി സെർച്ച് ചെയ്തപ്പോൾ അതിൽ 164 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ SBI, സ്റ്റേറ്റ് ബാങ്ക്, കേരളശ്ശേരി ബ്രാഞ്ച് മാനേജറിനെ വിവരം അറിയിച്ചു. അപ്രകാരം സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ബാങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സൈബർ സെല്ലും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്കുകാർ അന്വേഷിക്കേണ്ടതായിട്ട് മെസ്സേജും തന്നിട്ടുണ്ട്. രാവിലെ പെട്ടെന്ന് ഇവർ പിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര നഷ്ടപ്പെട്ടത്? 45,000 രൂപയാണ്. മുഹമ്മദ് MD ഷഹനാസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ 45,000 പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. 45,000 രൂപ എന്നാണ് ബാങ്കിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിലോ ഇതിലൊന്നും ഒരു മെസ്സേജും ഇല്ല. ഒരു OTP നമ്പറോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല. OTP നമ്പർ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. ഇങ്ങനെയാണ് ഉണ്ടായത്. 45,000 പോയതായിട്ടാണ് കാണുന്നത്. 45,000 വിഡ്രോ ആയിട്ട് പോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് മേലാമുറിയിലെ ഗണപതി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ ബംഗാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മോഷ്ടിക്കാൻ ക്ഷേത്രത്തിൽ കയറിയ കള്ളൻ മണിയടിച്ച് പൂജ തുടങ്ങിയത് സമീപവാസികൾ അറിഞ്ഞതോടെയാണ് കള്ളനെ പിടികൂടാനായത്. അർദ്ധരാത്രി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന്റെ മണിയടി കേട്ട് നാട്ടുകാരെത്തിയെങ്കിലും കള്ളൻ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെട്ടു. കുറച്ചുനേരം കഴിഞ്ഞ് വീണ്ടും ഇതേ കള്ളൻ അമ്പലത്തിൽ കയറുകയായിരുന്നു. ഇതോടെയാണ് പതിയിരുന്ന നാട്ടുകാരുടെ കയ്യിൽ കള്ളൻ അകപ്പെട്ടത്. പിടിക്കപ്പെട്ട കള്ളനെ ദൈവഹിതം പോലെ പെരുമാറിയാണ് നാട്ടുകാർ ക്ഷേത്രത്തിന് മീതെ നിന്ന് ഇറക്കിയത്. പൂണൂല് പോലെ ഒരു തുണിയൊക്കെ ശരീരത്തിൽ ചുറ്റിയായിരുന്നു മോഷണ ശ്രമം. ദിവസങ്ങൾക്ക് മുൻപ് ഒലവക്കോട്ടെ ഫുട്ബോൾ ഫാൻസുകാർ സ്ഥാപിച്ച പടുകൂറ്റൻ ഫ്ലക്സ് കീറിക്കളഞ്ഞതും ഇതേ ബംഗാളിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കടക്കുന്ന കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ
കാട്ടിലേക്ക് തിരിച്ചയച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കടന്ന കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതോടെ ജനങ്ങൾ ആശങ്കയുടെ മുൻനിരയിൽ മണിക്കൂറോളം നിന്നു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ വളവിൽ താമസിക്കുന്ന അത്താണിപ്പറമ്പിൽ ഷംസുവിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 9:30ഓടെയാണ് 2 കാട്ടാനകൾ എത്തുകയും കൃഷി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ വനപാലക ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും അറിയിക്കുകയും ഇവരെത്തി പടക്കവും മറ്റ് ശബ്ദങ്ങളും ഉണ്ടാക്കി ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെൻഷൻകാരുടെ മെഡിസേപ്പ് അപാകതകൾ പരിഹരിക്കണമെന്നും കോങ്ങാട് കേന്ദ്രമാക്കി സബ് ട്രഷറി ആരംഭിക്കണമെന്നും KSSPU കോങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മൊയ്തീൻ ഷാ ഉദ്ഘാടനം ചെയ്തു. 1,00,000 ചില്ലാനം അംഗങ്ങളാണ് നമ്മുടെ ഈ സംഘടനയിലുള്ളൂ. എന്നാൽ 2026 വർഷത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന നമ്മൾക്കിപ്പോൾ സംഘടനാ ബലം 2025 വർഷം കഴിയുമ്പോൾ 3,17,000-ലധികം അംഗങ്ങൾ നമ്മുടെ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ? ആകെ 5 ഉള്ളൂ പെൻഷൻകാരെ എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. അങ്ങനെയുള്ള കണക്കിൽ 3/4 പങ്കും അംഗങ്ങൾ ഇതിൽ ചേരുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു മെച്ചമുണ്ട് എന്ന് തന്നെയല്ലേ? PV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് നവാഗതർക്ക് സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മെമ്പർഷിപ്പ് വിഹിതം P ബാലഗോപാലകൃഷ്ണനിൽ നിന്നും M കാസിം മാസ്റ്റർ ഏറ്റുവാങ്ങി. ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, A കാസിം മാസ്റ്റർ, P ഗോപാലകൃഷ്ണൻ, രാധാദേവി, സതീശൻ, സത്യഭാമ, അച്യുതാനന്ദൻ എന്നിവർ സംസാരിച്ചു. KG നവാബുജാൻ സ്വാഗതവും P മാധവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ ഓപ്പറേഷന്റെ ഭാഗമായി ചെറുതുരുത്തി പോലീസിന്റെയും വിദ്യാർത്ഥികളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കാലങ്ങളായി കാൽനടയാത്ര പോലും ദുരിതമായിരുന്ന റോഡ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിൻ്റെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി. മണ്ണൂർ പഞ്ചായത്ത് കല്ലംപറമ്പ് അംഗൻവാടി റോഡാണ് സഞ്ചാരയോഗ്യമാക്കിയത്. റോഡിന്റെ ആരംഭത്തിൽ ഉടനീളം വെട്ടുകല്ല് പാറയായതിനാൽ ഈ ഭാഗം റോഡ് നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചെങ്കിലും വെട്ടുകല്ല് പാറ സ്വന്തം ചെലവിൽ യന്ത്രം എത്തിച്ച് 2 ദിവസത്തിനകം നീക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രാരംഭ ഭാഗം കോൺക്രീറ്റ് ഇടാനായത്. 20ഓളം കുടുംബങ്ങൾ ഇതുമൂലം പ്രയാസത്തിലായിരുന്നു. റോഡ് പൂർത്തിയായതോടെ പ്രദേശത്തുകാർ സന്തോഷത്തിലാണ്. താൻ ഈ വാർഡിൽ നിന്നും വിജയിച്ചാൽ വെട്ടുകല്ല് പാറ നീക്കി റോഡ് ആദ്യം തന്നെ നിർമ്മിച്ചു നൽകുമെന്ന് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായും വാക്ക് പാലിച്ചതായും വാർഡംഗം അൻവർ സാദിഖ് പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ വിജയിച്ചാൽ ഞങ്ങളുടെ റോഡ് എങ്ങനെയും ചെയ്തു തരണമെന്നാണ്. ഞാൻ പറഞ്ഞു, ഈ വാർഡിൽ ആദ്യം ചെയ്യുന്ന റോഡിൻ്റെ വർക്ക് നിങ്ങളുടെ റോഡായിരിക്കുമെന്ന് പറയുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ 8ാം വാർഡിലെ ആദ്യത്തെ റോഡ് പണി കല്ലംപറമ്പ് അംഗനവാടി റോഡാണ്. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം തൃപ്തരാണ് ഞാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും ഒട്ടനവധി റോഡുകളായും മറ്റ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി പലതും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എത്രയും വേഗം നമ്മൾ നടപ്പിലാക്കും. അതിൻ്റെ ഭാഗമായാണ് അതുപോലൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പേട്ട സ്റ്റോപ്പിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പാർക്കും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും. അങ്ങനെ ഒട്ടനവധി വികസന പദ്ധതികളുമായി 8ാം വാർഡിൽ ജനങ്ങളുടെ കൂടെയുണ്ടാവുമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട 8ാം വാർഡിലെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SKSSF വിക്കായ സംസ്ഥാന ആക്റ്റീവ് മീറ്റ് ഞായറാഴ്ച മുള്ളൂർക്കര ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കും. 1500 വിക്കായ ആക്ടിവിറ്റി അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് അർഫ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള ഹാജി പതാക ഉയർത്തും. രാവിലെ 9 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. വിഖായ ആപ്പ് ലോഞ്ചിന്റെയും തൂഫാൻ ഐക്യദാർഢ്യവും ഉപഹാര സമർപ്പണവും തങ്ങൾ നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് പാണക്കട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. സമസ്ത മുഷാവറ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ
പൈങ്കണ്ണയൂർ പ്രാർത്ഥന നടത്തും. സംഘാടക സമിതി ജനറൽ കൺവീനർ ഷമീർ ദേശമംഗലം ആമുഖവും വിഖായ സംസ്ഥാന സമിതി ജനറൽ കൺവീനർ റഷീദ് ഫൈസി കാളിക്കാവ്, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യാതിഥിയാകും. പാലക്കാട് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, SMF തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് EP കുഞ്ഞിക്കോയ് തങ്ങൾ, SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ്, സംഘാടക സമിതി ചെയർമാൻ ബഷീർ ഫൈസി ദേശമംഗലം, റഷീദ് ഫൈസി വെള്ളായിക്കൂട തുടങ്ങിയവർ സംസാരിക്കും. സംസ്ഥയുടെ പോഷകഘടകങ്ങളുടെയും ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ ഷമീർ ദേശമംഗലം, ഷാഹിദ് കോയ തങ്ങൾ, ഷംസു ആജി ആറ്റൂർ, മുനവർ ഫൈറൂസ് ഹുദവി, ഷാഹുൽ ഹമീദ് റഹാനി, ഹുസൈൻ ദേശമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിക്കായ സംസ്ഥാന ആക്റ്റീവ് മീറ്റ് 2026 ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. SKSFന്റെ 25ാം വാർഷിക മഹാസമ്മേളനത്തിൽ തൃശ്ശൂരിലെ സമർഗന്ധിൽ വെച്ച് വിക്കായ എന്ന സന്നദ്ധ സേവന വിഭാഗത്തെ ഈ സമൂഹത്തിലേക്ക് SKSF ഇറക്കിവിട്ടു. ജീവകാരുണ്യ രംഗത്ത് തുല്യതയില്ലാത്ത വിധം സമൂഹത്തിൽ സമർപ്പിത സേവനം ചെയ്യാൻ SKSFന്റെ വിക്കായക്ക് സാധ്യമായി. നമ്മുടെ നാട് അഭിമുഖീകരിച്ച 2 പ്രളയങ്ങളും അതുപോലെ തന്നെ കൊറോണയുടെ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സമൂഹത്തിന് സേവനം ചെയ്യാനും ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും വിക്കായ വഹിച്ച പങ്ക് ഏറെ വലുതാണ്. സമൂഹത്തിൽ നിന്ന് ഏറെ പ്രശംസ നേടാനും വിക്കായുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും സമസ്തയുടെ പ്രവർത്തനങ്ങളിലും അതിനേക്കാൾ അപ്പുറത്ത് ഹജ്ജ് കർമ്മങ്ങളിൽ അവിടെ എത്തുന്ന ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറെ ആശ്രയമായി വിക്കായക്ക് സേവനം ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂരപ്പന് വഴിപാടായി 37 പവനോളം വരുന്ന സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് തിരുപ്പൂരിലെ വ്യവസായിയായ രാജൻ P. നായരാണ്. മിഥുനമാസത്തിലെ 30 വ്യാഴാഴ്ചയായ ജൂൺ 18-ന് ശ്രീ ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം വഴിപാടായി ലഭിച്ചിരുന്നു. തിരുപ്പൂരിൽ വ്യവസായിയായ രാജൻ P. നായരാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ്, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M. രാധ, അസിസ്റ്റന്റ് മാനേജർ M. ഹരിദാസ്, വഴിപാടുകാരായ രാജൻ P. നായരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിധരായിരുന്നു. സോപാനപ്പടിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം വഴിപാടുകാരനും കുടുംബത്തിനും കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ നൽകി. മിഥുനമാസത്തിലെ 30 വ്യാഴാഴ്ചയായ ജൂൺ 18-നും ശ്രീ ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം വഴിപാടായി ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാരണാസി അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം 2026-ന്റെ ഭാഗമായി കവിതാ സായാഹ്നം സംഘടിപ്പിച്ചു. ബ്രിജേഷ് മൂഴിയോട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാടാനാകൃഷി അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കവിതാ സായാഹ്നം സംഘടിപ്പിച്ചത്. ബ്രിജേഷ് മൂഴിയോട്ട് ഉദ്ഘാടനം ചെയ്തു. നീയാണു കാലപ്രവാഹം, പ്രളയങ്ങൾ കലിതുള്ളവേ നീണ്ട മുടിയഴിച്ചിട്ടവൾ. നീയാണു കാലപ്രവാഹം, പ്രളയങ്ങൾ കലിതുള്ളവേ നീണ്ട മുടിയഴിച്ചിട്ടവൾ. നീ തന്നെ ഉഷ്ണതീരങ്ങളിൽ താരാട്ടുപാട്ടുമായി ജീവന്റെ നാവു നനച്ചവൾ. നീ തന്നെ ഉഷ്ണതീരങ്ങളിൽ താരാട്ടുപാട്ടുമായി. അറബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അറബി എക്സിക്യൂട്ടീവ് അംഗം C. ശ്രീകുമാർ സ്വാഗതവും ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കുട്ടികളും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാദേശികരായവർ സ്വന്തമായി എഴുതിയ കവിതാ ആലാപനവും ഉണ്ടായിരുന്നു. കതിരല്ല കരിയുന്ന മോഹമാണ്, ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്. നെൽക്കതിരല്ല കരിയുന്ന കൊഴിച്ച കാറ്റേ കള്ളനെ പോലെ പറഞ്ഞ
കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും A+ നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് ചേലക്കര MLA UR പ്രദീപ്. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരായനം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കുളപ്പള്ളിയിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ആദരായനം 2026 UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ പഠിക്കാൻ അത്ര ബ്രൈറ്റ് അല്ല എന്നൊന്നും എഴുതി തള്ളാൻ കഴിയില്ല. എല്ലാവരും നല്ല മികച്ച കുട്ടികൾ തന്നെയാണ്. പക്ഷെ അവർ കുടുംബ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവും. ആ കുടുംബ സാഹചര്യം എന്ത് എന്നത് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തുന്നതാണ്, അത് പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ കേരളത്തിലെ കുട്ടികൾ മികച്ച രീതിയിലാണ്. ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും IT രംഗത്തെടുത്ത് പരിശോധിച്ചാൽ മലയാളികളില്ലാത്ത സ്ഥലം ഇല്ല. അത് ഏത് രംഗത്തും കേരളത്തിലെ കുട്ടികൾ അത്ര മികച്ച രീതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഇവിടെ തന്നെ വിദ്യാഭ്യാസം നേടാനും അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടു. അത് തുടർച്ചയായി ഉണ്ടാവണം തന്നെ. SSLC +2 വിജയികൾക്ക് MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ 50 വർഷക്കാലം സ്റ്റാമ്പ് വെണ്ടറായി പ്രവർത്തിച്ച M രാമേന്ദ്രനെയും വിവിധ കായിക മത്സരങ്ങളിൽ വിജയം നേടിയ അരുൺദാസ്, ആര്യൻ, ആവണി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, ബാങ്ക് സെക്രട്ടറി K വിനോദ്, മുൻ ബാങ്ക് പ്രസിഡന്റ് N ജയപാലൻ, KT ജോർജ്, ഡയറക്ടർമാരായ P സോമസുന്ദരൻ, C ഉണ്ണികൃഷ്ണൻ, RK രവി, RK റോജകുമാരി തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിൽ വായനപക്ഷാചരണത്തിൻ്റെ ഭാഗമായി വായനോത്സവം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂരിലെ പള്ളിപ്പുറം AM-LP സ്കൂളായിരുന്നു പരിപാടി. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നിരന്തര വായനയെ പരിപോഷിപ്പിക്കുന്നതിനും വായനയുടെ ഫലമായി ലഭിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു വായനോത്സവം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തല വായനോത്സവം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ ഓങ്ങല്ലൂരിലെ പള്ളിപ്പുറം AM-LP സ്കൂൾ വച്ചായിരുന്നു വായനോത്സവം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. PV സത്യജിത്ത് അധ്യക്ഷനായി. മുഹമ്മദ് ഷഫീഖ്, അബ്ദുള്ളക്കുട്ടി, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മുഹമ്മദ് സുബൈർ, T ഉമ്മർ, ജ്യോതിസ് കോർഡിനേറ്റർ P നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കഥ, കവിത, ചിത്രീകരണം, ചാർട്ട് മാഗസിൻ അവതരണം, പുസ്തക പരിചയം, കവിത ദൃശ്യാവിഷ്കാരം, വായനക്കുറിപ്പ് അവതരണം, ആസ്വാദനക്കുറിപ്പ് അവതരണം, അനുഭവക്കുറിപ്പ് അവതരണം, പുസ്തകാവതരണം, പുസ്തക സംവാദം എന്നീ മത്സര ഇനങ്ങൾ നടന്നു. നിങ്ങളെ സഹായിക്കും. സുഗതകുമാരി. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ലോകത്തിലേക്കാണ് നടന്നു കയറുന്നത്. കുറിപ്പ്. അക്ഷരങ്ങൾ വെളിച്ചമാണ്. ആ വെളിച്ചമൊഴി. അയ്യോ അമ്മ, അവളുടെ പിടുത്തം നഷ്ടപ്പെട്ടു. കുഞ്ഞിക്കിളി താഴേക്ക് വീണു. ഹോ, എന്റെ തല കറങ്ങുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ, അവൾ ഉറക്കെ കരഞ്ഞു. കൊമ്പൻ ആൾക്കൂട്ടത്തിന് മുമ്പിൽ കുട്ടിയെ ഇറക്കി. കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് ഈ കുട്ടിയാണെന്ന് ഡ്രൈവർ പറഞ്ഞു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ 10 വിദ്യാലയങ്ങളിൽ നിന്നായി 150ഓളം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കാളികളായത്. 10 ഇന മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. PKS ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷാ ജേതാക്കൾക്കുള്ള സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു.
PKS ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കുന്നത്താഴത്ത് പ്രീ മെട്രിക് ഹോസ്റ്റൽ വെച്ചായിരുന്നു PKS ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷ ജേതാക്കൾക്കുള്ള സ്വീകരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചത്. PKS ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് പ്രത്യേക പ്രിവിലേജ് അവർക്കുണ്ട്. അതെന്തിനുണ്ട്? തൊഴിലവകാശം ഇത്ര ശതമാനം തൊഴിലവകാശം കൊടുക്കണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അസംബ്ലിയില്, പാർലമെന്റില്, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഇപ്പോൾ നമ്മുടെ ബാങ്കിങ് മേഖല, കോർപ്പറേഷൻ മേഖലയിൽ ഒക്കെ സംവരണം ഇത്ര ശതമാനം പട്ടികജാതി സംവരണം എന്ന ഏർപ്പാടുകളുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിൽ സംവരണമുണ്ട്, ഭരണരംഗത്തേക്ക് കടന്നു കയറാനുള്ള സംവരണമുണ്ട്. ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള സംവരണമുള്ള ഒരേ ഒരു ജനവിഭാഗം ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരില്ല. ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിലാണ് കൂടാ. +2 ജേതാക്കൾക്കുള്ള പുരസ്കാര സമർപ്പണം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മലയും SSLC ജേതാക്കൾക്കുള്ള പുരസ്കാര സമർപ്പണം CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദും വിതരണം ചെയ്തു. ആകെ 51 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. PKS ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് M. നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല, LC സെക്രട്ടറി ND ദിൻഷാദ്, PKS ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, VC ശങ്കരൻ, ES കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി VK രാജഗോപാൽ സ്വാഗതവും രാജാമണി നന്ദിയും പറഞ്ഞു. കൗൺസിലർമാരായ പ്രസന്ന, ലത എന്നിവർക്ക് പുറമെ രാജേഷ് പോൾ, അജിത, സുബ്രഹ്മണ്യൻ, രാജൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും പിന്നിട്ട വഴികൾ മറക്കരുതെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. ഞങ്ങൾ പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലാണ്. 1-ാം ക്ലാസ് പഠിച്ചവരാണ് ഞങ്ങൾ. നിങ്ങളൊക്കെ പറഞ്ഞ് LKG പഠിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് 4 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾ വിളിച്ചെണിച്ച്, 3 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വിളിച്ചെടുത്തി രാവിലെ എണീറ്റ് കുളിപ്പിച്ച് അതുപോലത്തെ തലയൊക്കെ പിന്നി ബാഗ് പോലും നിങ്ങൾക്ക് തരില്ല. കൈ പിടിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വണ്ടിയിൽ കയറ്റി, ആ വണ്ടി കയറ്റി വിട്ടിട്ട് ആ വാഹനം പോയിട്ട് മറയുന്നവരെ, കണ്ണിന്ന് മറയുന്നവരെ നോക്കി നിന്ന ഒരു അമ്മയുണ്ട്. അവരെ എല്ലാ പിന്തുണയും കൊടുത്തൊരു അച്ഛനും. ഇന്ന് ഒരു കാലത്ത് അവരായിരുന്നു നമ്മുടെ എല്ലാം. ഇന്ന് വളർന്നു വരുന്ന മക്കൾ ആ സ്നേഹബന്ധങ്ങൾ വളരെയേറെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വളർന്നു വരുന്നത്. അപ്പം നമ്മളൊന്ന് ഓർക്കണം, നടന്നു കഴിഞ്ഞ വഴി ഞാനായതെങ്ങനെ എന്നുള്ളത് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ആ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനുമാണ് നമ്പർ 1. അത് കഴിഞ്ഞാൽ അധ്യാപകൻ, തർക്കം വേണ്ട. കോട്ടായിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേജർ റോഡ് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികൾക്ക് നൽകിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മക്കളുടെ അഭിരുചി മനസ്സിലാക്കി ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC റിസർച്ച് പോളിസി ഡിവിഷൻ കൺവീനർ KC സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. ബാലൻ, കോട്ടായി പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ V. ബാബു, വികസനകാര്യ ചെയർമാൻ അംബിക, പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മിക്കുട്ടി, ബിന്ദു, വിനുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി PR രമേശ് സ്വാഗതവും PP സുധ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ IAS അക്കാദമി അധ്യാപകൻ സുഭാഷ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ വ്യവസായ നയവുമായി ചേർന്ന് പോകുന്നവർക്ക് വ്യവസായ സംരംഭത്തിന് വേഗത്തിൽ അനുമതി ലഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ K. സുധീർ. പരിസ്ഥിതി, സാമൂഹിക ആഘാതങ്ങൾ ഇല്ലാത്ത വ്യവസായ സംരംഭങ്ങളെ സർക്കാർ അതിവേഗം സഹായിക്കുമെന്നും ജില്ലാ കളക്ടർ. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും പുതിയ വ്യവസായങ്ങൾ വരുന്നതോടെ നിലവിലെ വ്യവസായങ്ങൾ വികസിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ. ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ സംഗമം പാലക്കാട്ട്. ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ വിദേശമദ്യ നിർമ്മാണം ആരംഭിക്കണമെന്ന് K. പ്രേംകുമാർ MLA. കേരള സർക്കാർ മദ്യനയം നടപ്പിലാക്കുന്നത് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാനാണെന്നും MLA. മദ്യ നിരോധനത്തെക്കുറിച്ച് പറഞ്ഞ UDF കേരളത്തിൽ മദ്യം ഒഴുക്കാനുള്ള നയമാണ് നടപ്പിലാക്കുന്നതെന്നും K. പ്രേംകുമാർ MLA. ഓപ്പറേഷൻ തൂഫാൻ തൃശൂരിൽ
സിറ്റി ഡാൻസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ വൻ MDMA വേട്ട. 322 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പോലീസിന്റെ പിടിയിൽ. മണ്ണൂരിൽ ബേക്കറി ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് 45,000 രൂപ നഷ്ടമായി. ഫോണിലേക്ക് മെസ്സേജ് പോലും വരാതെയാണ് തുക നഷ്ടമായതെന്ന് ബേക്കറി ഉടമ. പാലക്കാട് മേലാമുറി ബാലഗണപതി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ ബംഗാളിയെ നാട്ടുകാർ പിടികൂടി. കാട്ടാനപ്പടിയിൽ വാഴക്കോട് മേഖല. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കടന്ന കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.